ഹലോ എവരിവൺ, ആംഗിളിൻ്റെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ബയോളജീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിലെ കുറച്ച് ടോപ്പിക്സും പിന്നെ അതിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസും നമുക്കിന്ന് നോക്കാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ലൈഫ് പ്രോസസ്സ്? ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് മെയിൻ്റെനൻസിന് ആവശ്യമായ പ്രോസസ്സുകളെയാണ് നമ്മൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിലേതൊക്കെയാണ് വരുന്നത്? ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. ചില ഡെഫിനിഷൻസിൽ റിപ്രൊഡക്ഷൻ കൂടി വരുന്നുണ്ട്, അത് നോക്കണമെന്നില്ല. ഇത് തന്നെ ഈ മെയിനായിട്ടുള്ള പ്രോസസ്സുകൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ ഒരു ക്രൈറ്റീരിയാസ് ടു ഡിസൈഡ്സ് വെദർ സംതിങ് ഈസ് അലൈവ്. അപ്പോൾ ഒരു സാധനം, ഒരു ജീവി, എന്തെങ്കിലും ഒരു ഇത് ജീവനുള്ളതാണെന്ന് നമ്മളെങ്ങനെ പറയാം? അത് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ പറഞ്ഞാൽ അത് മൂവ്മെൻ്റ് ആണ്. ഒരു മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജീവനുള്ളതാണെന്ന് നമുക്ക് പറയാം. പിന്നെ അല്ലാതെ നമ്മൾ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, പിന്നെ റെസ്പിറേഷൻ, അതിൻ്റെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ടോ, ഇതെല്ലാം വെച്ച് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു തിങ് ജീവനുള്ളതാണോ ലിവിങ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലൈഫ് പ്രോസസ്സിൽ ഫസ്റ്റ് നമ്മൾ ന്യൂട്രീഷൻ നോക്കാം. എന്താണ് ന്യൂട്രീഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി ടു ബിൽഡ് ദ ബോഡി ഫോർ ഗ്രോത്ത്, ടു റിപ്പയർ ഡാമേജ്ഡ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഫോർ എനർജി, അല്ലേ? അപ്പോൾ ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുന്ന ഒരു പ്രോസസ്സ്, കഴിക്കുന്ന പ്രോസസ്സ്. എന്തിനാണ്? ബോഡീൻ്റെ റിപ്പയറിനും ഗ്രോത്തിനും ഒക്കെ വേണ്ടി. ഈ ഒരു പ്രോസസ്സാണ് ന്യൂട്രീഷൻ. മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. എന്താണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക പ്ലാന്റ്സിനെയാണ്. എന്താണ്? ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം പ്രിപ്പയർ ദർ ഓൺ ഫുഡ് ഫ്രം സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. എന്നാൽ ഇൻഓർഗാനിക് സബ്സ്റ്റൻസുകളെ അബ്സോർബ് ചെയ്ത് അതിൽ നിന്ന് ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടാക്കി സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി ജീവിക്കാൻ പറ്റുന്നവരാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നമ്മൾ പറയുന്നത്. ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഈ ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഹെട്രോട്രോഫ്സ്. അത് നമ്മളെ പോലെയുള്ള ആൾക്കാർ, ഫംഗൈ, അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ഓൺ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ബൈ യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ, അല്ലേ? പിന്നെ നമുക്ക് നോക്കാനുള്ളത്, അതിൻ്റെ ഡെഫിനേഷൻ കഴിഞ്ഞ് അതിനെപ്പറ്റി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് അതിൻ്റെ ജനറൽ ഇക്വേഷനാണ്. അതിൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവും. അപ്പോൾ എന്താണ്? 6CO2 + 12 H2O ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഗിവ്സ് 1 molecule ഓഫ് ഗ്ലൂക്കോസ്, 6 molecules ഓഫ് ഓക്സിജൻ, 6 molecules ഓഫ് വാട്ടർ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അബ്സോർബ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ്. എന്നിട്ട് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാക്കും, ഓക്സിജനെ റിലീസ് ചെയ്യും, വാട്ടറിനെയും റിലീസ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ വെച്ചിട്ട് നമുക്ക് കുറേ MCQ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഏതിനാണ് അബ്സോർബ് ചെയ്യുന്നത്, ഏതിനാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. എത്ര മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്? അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിസിൽ വരുന്ന പ്രോസസ്സുകൾ പറഞ്ഞാൽ? ഫസ്റ്റ്, അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുക. ലൈറ്റ് എനർജീനെ സെക്കൻഡ് എന്താ? കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, അല്ലേ? ഓക്കെ, ഈ ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തു, അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ്, റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഹൈഡ്രജൻ ടു ഫോം കാർബോഹൈഡ്രേറ്റ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റ് ആയ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് വരെയുള്ള പ്രോസസ്സ്. അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്ലോറോഫിലിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ്? ഗ്രീൻ കളർ പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ, അല്ലേ? എന്നാൽ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ്. ഇത് തന്നെയാണ് ഈ ലൈറ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള കഴിവുള്ള പിഗ്മെൻറ്റ്. ഓക്കെ, പിന്നെ സ്റ്റൊമാറ്റോനെ പറ്റി പറയുന്നുണ്ട്. സ്റ്റൊമാറ്റോ എന്നൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സ്റ്റൊമാറ്റോയിൽ കൂടിയാണ് പ്ലാന്റ്സിൽ എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ വേപ്പറും നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൊമാറ്റോൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ? വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ, വല്ല വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ സ്റ്റൊമാറ്റോ എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. അപ്പോൾ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയി നിൽക്കും. ഇറ്റ് സ്വെൽസ് ആൻഡ് പോസ് ഓപ്പൺ വെൻ ദ ഗാർഡ് സെൽസ് ലൂസ് വാട്ടർ. വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും? അത് ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യും. പോസ് അപ്പം എന്ത് ചെയ്യും? അടയുകയും ചെയ്യും. ന്യൂട്രീഷൻ ഇൻ അമീബ. ഓക്കെ, അമീബനെ പറ്റി നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ പഠിച്ചതാണ്. അമീബയ്ക്ക് ഒരു സ്പെഷ്യൽ
അപ്പൻഡേജസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ, അവർക്ക് സ്യൂഡോപോഡിയ പറഞ്ഞ ഒരു ഫോൾസ് ഫീറ്റ് അവർ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫുഡിനെ ക്യാപ്ചർ ചെയ്യുന്നതും കഴിക്കാൻ ഉപയോഗിക്കുന്നതും അല്ലേ. അപ്പോൾ അപ്പോൾ ഈ ഒരു ഇത് നോക്കാം. അമീബ ഈസ് എ യൂണിസെല്ലുലാർ ആനിമൽ ലിവിങ് ഇൻ വാട്ടർ അല്ലേ, അത് സ്യൂഡോപോഡിയ. അപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട് ഒരു ഫുഡ് പാർട്ടിക്കിൾ അമീബേൻ്റെ അടുത്തെത്തുമ്പോൾ അതെന്ത് ചെയ്യും, സ്യൂഡോപോഡിയ വെച്ചിട്ട് ആ ഫുഡ് വാക്യൂളിനെ എൻക്ലോസ് ചെയ്ത് ഫുഡ് പാർട്ടിക്കിളിനെ ഒരു ഫുഡ് വാക്യൂളാക്കി കൺവേർട്ട് ചെയ്ത് ആ കൺവേർട്ട് ചെയ്ത പാർട്ടിക്കിളിനെ അതിൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് ആ വാക്യൂളിനെ ഡൈജഷൻ നടത്തുകയാണ്. അതിൻ്റെ ഡൈജസ്റ്റീവ് എൻസൈംസ് വെച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ അബ്സോർബ് ചെയ്തെടുത്ത വേണ്ട സാധനങ്ങളൊക്കെ ന്യൂട്രീഷനൊക്കെ അബ്സോർബ് ചെയ്തെടുത്ത് വേണ്ടാത്ത ബാക്കി വേസ്റ്റ് മെറ്റീരിയൽസിന് പുറത്തേക്ക് തള്ളാനുള്ള കഴിവ് അതിനുണ്ട്. ഇവിടെ കുറച്ച് വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്, ഇൻജഷൻ, ഇജഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇൻജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻജഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സൈറ്റോപ്ലാസത്തിലേക്ക് ഈ പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്ത് നമ്മൾ ഉള്ളിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ അല്ലേ. ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. ഓക്കെ. ഇജഷൻ എന്ന് പറയുന്നത് ഈ പുറന്തള്ളുന്ന പ്രോസസ്സാണ് ഇജഷൻ. ഓക്കെ. ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അപ്പം നമുക്ക് ഇതാണ് ഇനി അടുത്ത ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ടോപ്പിക്ക്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ന്യൂട്രീഷൻ നോക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്ക് പറയാനുണ്ട്. ട്രാക്കിൽ ആരൊക്കെ വരുന്നുണ്ട്, പിന്നെ അതിൽ ഓരോന്നിലും വരുന്ന പ്രോസസ്സുകൾ, ഗ്ലാൻസ്, ഓർഗൻസ് എല്ലാം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ മെയിൻ ഓർഗൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആർ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഐനസ്. ഏതൊക്കെയാണ് ഗ്ലാൻസ് മെയിനായിട്ട് വരുന്നത്? സലൈവറി ഗ്ലാൻഡ്, ഗാസ്ട്രിക് ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് അല്ലേ. അപ്പോൾ ഒരു ഡയഗ്രം ഉണ്ട്, അതിൻ്റെ ഡയഗ്രം നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. അപ്പോൾ നമുക്ക് ആ ഡൈജസ്റ്റീവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു ട്രാക്കാണ് അല്ലേ. അപ്പോൾ അത് മൗത്തിൽ സ്റ്റാർട്ട് ചെയ്ത്, മൗത്തിൽ ആരൊക്കെയാണുള്ളത്? ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്, മെയിനായിട്ട് ഫുഡിനെ ചവച്ചരയ്ക്കുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് ഫാരിങ്സ് കഴിഞ്ഞ് നമ്മൾ നേരെ ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലെത്തി, സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കടന്ന്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരൊക്കെ വരുന്നുണ്ട്? ഒരു ഡക്റ്റ്, പാൻക്രിയാസ് എന്നൊരു ഡക്റ്റ് ലിവറിനുമായിട്ട് വന്ന് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് കഴിഞ്ഞ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കണക്ട് ചെയ്ത് ലാർജ് ഇൻറ്റസ്റ്റൈൻ നേരെ വന്ന് എക്സിറ്റ് ചെയ്യുന്ന ഏനസ്. ഇത്രയാണ് ഡൈജസ്റ്റീവ് ട്രാക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ പാർട്സിലായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ നമ്മളൊന്ന് പറഞ്ഞു പോവാം അല്ലേ. മൗത്തിൽ നടക്കുന്ന മെയിനായിട്ട് മാസ്റ്റിക്കേഷൻ എന്ന് പറയാം അല്ലേ. എന്നാൽ ഫുഡിനെ സ്മോളർ പാർട്ടിക്കിൾസായി ബ്രേക്ക് ചെയ്ത് ടീത്തും ടങ്ങും കൂടി അല്ലേ ബ്രേക്ക് ചെയ്ത് അതിനെ സലൈവി ആയിട്ട് മിക്സ് ആക്കുന്ന പ്രോസസ്സാണ് മെയിനായിട്ട് നടക്കുന്നത്. ഈ സലൈവയിൽ എന്തുണ്ട്? ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈംസ് ആണ് ഈ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ പാർട്ടിക്കിൾസ്. എന്താ അവർ ചെയ്യുന്നത്? അവരാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ സിമ്പിൾ അബ്സോർബബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻസൈമാണ് സലൈവറി അമൈലേസ്. ഈ അമൈലേസ് എന്ത് ചെയ്യും? ഈ നമ്മളെ ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ഷുഗേഴ്സാക്കി കൺവേർട്ട് ചെയ്ത് തരും. മാൾട്ടോസ്, ഗ്ലൂക്കോസ് പോലുള്ള സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഇൻ ദ സ്റ്റൊമക്. അടുത്തത് ഓക്കെ, സ്റ്റൊമക്കിൽ എന്ത് നടക്കുന്നു? സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ അതിലെന്തൊക്കെയാണുള്ളത്? പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഗാസ്ട്രിക് ഗ്ലാൻസിനെ പറ്റി. അപ്പോൾ ഈ പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? പെപ്സിനാണ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നത്. പെപ്സിൻ ഒരു എൻസൈമാണ്, അത് ഡൈജഷൻ ഓഫ് പ്രോട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു? എസിഡിക് മീഡിയം കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പെപ്സിൻ്റെ ആക്ഷൻ നടക്കണമെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. പിന്നെ മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? ഈ മ്യൂക്കസ് എന്ന് പറയുമ്പോൾ ഈ ഇൻറ്റസ്റ്റൈൻ, ഈ ഡൈജസ്റ്റീവ് ട്രാക്ക് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഡൈജസ്റ്റീവ് ട്രാക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഈസോഫാഗസ് മുതൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എന്തുണ്ട്? ഈ മ്യൂക്കസിൻ്റെ ലെയർ ഡൈജസ്റ്റീവ് ട്രാക്ക് മൊത്തമായിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഇത് ഒരു ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതെന്ത് ചെയ്യും? ഈ ഒരു ഫുഡിൻ്റെ ഒരു ഈസി മൂവ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്കിൽ അതിനൊരു എക്സ്ട്രാ ഫംഗ്ഷനും കൂടി വരുന്നത് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആസിഡിന്ന് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൂടിയുണ്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഫുഡ് എൻ്റർ ചെയ്യുന്നത് എങ്ങോട്ടാണ്?
സ്റ്റൊമക്ക് കഴിഞ്ഞാൽ നേരെ നമ്മൾ പറഞ്ഞ ഡുവോഡിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിനെ, ഈ സി ഷേപ്ഡ് പാർട്ടിനെ പറയുന്നതാണ്. അപ്പോൾ ഡുവോഡിനത്തിലേക്ക് നമ്മൾ പറഞ്ഞു പാൻക്രിയാസ് എന്നൊരു ഡക്റ്റും ലിവർ എന്നൊരു ഡക്റ്റും വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ജോയിൻ ചെയ്യുന്ന ഡക്റ്റുകളിലൂടെ വരുന്നത് പാൻക്രിയാസ് എന്ന് വരുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ്, ലിവർ എന്ന് വരുന്നത് ബൈൽ ജ്യൂസ്. ഈ ബൈൽ ജ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്താ, ബൈൽ ജ്യൂസാണ് ഫാറ്റിനെ ബ്രേക്ക് ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ബൈൽ ബ്രേക്സ് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോളർ ഗ്ലോബ്യൂൾസ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരരുത്. ബൈൽ എന്ത് ചെയ്യുന്നില്ല, ഫാറ്റിൻ്റെ ഡൈജഷൻ അല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ബൈലിനെ ബ്രേക്ക് ചെയ്ത് സ്മോളർ പാർട്സ് ആക്കാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, പാൻക്രിയാറ്റിക് ജ്യൂസിൽ ട്രിപ്സിനും ലിപ്പേസും രണ്ട് ഇതാണുള്ളത്. എൻസൈമാണ് ട്രിപ്സിൻ, ലിപ്പേസും അടുത്ത എൻസൈമാണ്. ഈ ട്രിപ്സിൻ വീണ്ടും പ്രോട്ടീനിൻ്റെ ഡൈജഷന്, പെപ്സിനെ പോലെ തന്നെ പ്രോട്ടീൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ലിപ്പേസ് ഫാറ്റിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈല് ഫാറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു, ലിപ്പേസ് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അത് രണ്ടും അതിൻ്റെ വ്യത്യാസം കറക്റ്റ് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ റെസ്റ്റ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് നടക്കുന്നു നോക്കാം. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ അതിൻ്റെതായ സെക്രീഷൻ ഉണ്ട്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അതാണ് ഈ ഒരു ഡൈജഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ശരിക്കും ഈ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കാരണം ഈ പ്രോട്ടീനെ നമുക്ക് പ്രോട്ടീൻ്റെ അബ്സോർബബിൾ ഫോം എന്ന് പറയുന്നത് ശരിക്കും അമിനോ ആസിഡാണ്. അപ്പോൾ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്, ഈ സ്റ്റാർച്ചിനെ നമ്മൾ കഴിക്കുന്ന ഫുഡുള്ള സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുന്നത്, പിന്നെ ഫാറ്റിനെ ഫാറ്റി ആസിഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ നടക്കുന്ന പ്രോസസ്സ്. ഈ 3 മെയിൻ പ്രോസസ്സാണ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് മെയിനായിട്ട് നടക്കുക, ഡൈജഷൻ്റെ ഫൈനൽ പ്രോസസ്സായിട്ട് നടക്കുന്നത്. പിന്നെ നടക്കുന്നത് അബ്സോർപ്ഷനാണ്. അബ്സോർപ്ഷന് വേണ്ടി ഇൻറ്റസ്റ്റൈനൽ വാൾസിനുള്ള മോഡിഫിക്കേഷനാണ് വില്ലൈ എന്ന് പറയുന്നത്. എന്നാൽ ഫോൾഡഡ് ആയിട്ടുള്ള സെവറൽ വാൾസ് ഓഫ് ഇൻറ്റസ്റ്റൈൻ ഹാസ് സെവറൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലൈ ഹാവിംഗ് ബ്ലഡ് വെസൽസ്. It helps to increase the surface area for absorption of digested food. Digested food is absorbed by the blood and transported to cells in the body. അപ്പോൾ എന്താണ് വില്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഈ വാൾസ് ഓഫ് ഇൻറ്റസ്റ്റൈനിൽ മൊത്തം ഉണ്ടാവും. അതെന്ത് ചെയ്യും, അതിൽ മൊത്തം ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ ബ്ലഡ് വെസൽസിലേക്ക് നമ്മൾ ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൻ്റെ പാർട്സ് എല്ലാം അബ്സോർബ് ചെയ്ത് അത് ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തും. ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ പാർട്സിലേക്ക് കൊണ്ടുപോകും. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബാക്കിയുള്ള റിമൈനിങ് വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഏനസ് വരെ കയറി ചെയ്യുക എന്നുള്ള. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഡാഷ് ഈസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് കംസ് ഫ്രം വാട്ടർ. എന്താണ് ഈ ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസ്? അതാണ് ഇവിടുത്തെ ചോദ്യം ശരിക്കും. എന്താണ്? ഓക്സിജൻ അല്ലേ? നമ്മളത് ആ ഒരു ജനറൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ വേറൊരു ചോദ്യം വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഈസ് ദ കറക്റ്റ് സമ്മറി ഫോർ ഫോട്ടോസിന്തസിസ്? ഏതാണ്? 6CO2 + 12H2 in presence of sunlight and chlorophyll gives 1 molecule of glucose, 6 molecules of oxygen, 6 molecules of water. ഇതെല്ലാം നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ. From which structure the free oxygen gas produced during photosynthesis is released? ഏതാണ്? ഓക്കെ, ഇതിൽ കൂടെയാണ് നമ്മളുടെ ഈ ഓക്സിജൻ ആണെങ്കിലും വാട്ടർ വേപ്പർ ആണെങ്കിലും ഒക്കെ പ്ലാന്റിൻ്റെ ലീവ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചർ കൂടെയാണ്? നമ്മൾ പറഞ്ഞ ഏതാ? സ്റ്റൊമാറ്റയിൽ കൂടെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ മോളിക്യൂൾസും അല്ലേ? വാട്ടർ മോളിക്യൂൾസിനെ വാട്ടർ വേപ്പറിൻ്റെ ഫോമിൽ അല്ലേ? ആ ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത് സ്റ്റൊമാറ്റയിൽ കൂടെയാണ്. പിന്നെ ദ ഇൻറ്റേർണൽ എനർജി റിസർവ് ഇൻ ഓട്ടോട്രോഫീസ്. അപ്പോൾ ഇതൊരു വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. എന്താ വെച്ചാൽ നമ്മളെ എന്താണ് ഏത് രീതിയിലാണ് ഓട്ടോട്രോഫ്സിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്ലാന്റ്സിൽ നമ്മൾ സ്റ്റോർഡ് എനർജി സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് സ്റ്റോർഡ് എനർജി കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. ആനിമൽസിൻ്റെ കേസിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക? അത് ഗ്ലൈക്കോജൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി, സ്റ്റാർച്ച് ആണ്. ആനിമൽസിൻ്റെ കേസിൽ ഏതാണ്? ഗ്ലൈക്കോജൻ ആണ്. ഇനി പ്ലാന്റ്സിൽ ഏത് ഫോമിലാണ് ഇതിനെ ഇത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയേണ്ടത്? സുക്രോസ് ആണ്. Which of the following statements about the autotroph is incorrect? Incorrect ചോദിച്ചാൽ they synthesize carbohydrates from carbon dioxide and water in presence of sunlight and chlorophyll. അത് ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ? They store carbohydrates in the form of starch. അതും ശരിയാണ്. നമ്മൾ നേരത്തെ ഓപ്ഷൻ.
they convert carbon dioxide and water into carbohydrates in the absence of sunlight. Absence of sunlight എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് അറിയാം നമ്മൾ അത് അവിടെ തെറ്റാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ. പിന്നെന്താ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഹെറ്ററോട്രോഫ്സ് ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അത് തന്നെ ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ഹെറ്ററോട്രോഫ്സ് യൂട്ടിലൈസ് സോളാർ എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. ഇല്ല, ഹെറ്ററോട്രോഫ്സിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സേ ഇല്ല. ഓക്കെ. ഹെറ്ററോട്രോഫ്സ് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് അല്ല. ഹെറ്ററോട്രോഫ്സ് ആർ കേപ്പബിൾ ഓഫ് കൺവേർട്ടിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ടു കാർബോഹൈഡ്രേറ്റ് അല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ തന്നെ. The remaining undigested food material is eliminated via in case of amoeba. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അബ്സോർപ്ഷൻ, ഡൈജഷൻ, എജഷൻ, ഇൻജഷൻ. അപ്പോൾ ഇതിൽ ഓരോരോ ഓപ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞാണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് അല്ലെ സെൽസിലേക്ക് ഡൈജസ്റ്റഡ് ഫുഡിനെ വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ. ഡൈജഷൻ എന്ന് പറയുമ്പം കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയലിനെ അബ്സോർബിൾ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. ഇജഷനാണ് പുറന്തള്ളുന്ന പ്രോസസ്സ്. റിമൈനിങ് അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇജഷനാണ്. ഇൻജഷൻ നമ്മൾ പറഞ്ഞ ഫുഡിന് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് രീതിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അമീബ നമ്മൾ പറഞ്ഞു ഈ ഓപ്ഷൻസിൽ സ്യൂഡോപോഡിയ വരുന്നുണ്ട്. അപ്പോൾ വേറെ ഡൗട്ടൊന്നുമില്ല, അമീബ സ്യൂഡോപോഡിയ, വേറെ ആർക്കും അത് ഉണ്ടാവില്ല. ട്രിപ്സിൻ എന്താണ്? ട്രിപ്സിൻ ഏതിലാണ് നമ്മൾ കാണുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസിലല്ലേ. ഓക്കെ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബൈൽ. ഓക്കെ. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെതോ എക്സ്റ്റെൻസീവ് കോയിലിംഗ്. അത് നമ്മൾ ആ സ്ട്രക്ചർ കണ്ടതാണ്, ഫിഗർ കണ്ടതാണ്. കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ. പിന്നെ അപ്പോൾ ഈ 3 ഓപ്ഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു 2, 3, 4, 1 ഇതായിരിക്കും, സി ആയിരിക്കും അല്ലേ. ഓക്കെ. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസണിങ് ടൈപ്പ് MCQ. ഈ അസേർഷൻ റീസണിങ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസേർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്റ്റ് പറയും, അതിൻ്റെ റീസൺ അല്ലെ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള കാര്യമായിരിക്കും ഈ റീസണിങ്ങിൽ പറയാം. ഓക്കെ. അപ്പോൾ ഈ അസേർഷൻ ഒരു റീസണും ഉണ്ടാകും, ഒരു ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് 4 കാര്യങ്ങൾ നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഈ അസേർഷനായിട്ട് വരുന്ന അതിന് നമ്മൾ എ എന്നാണ് കൊടുത്തത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എയും ആറും ട്രൂ ആണ്. പക്ഷേ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് 6 വരുന്നത്. എൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് 6 വരുന്നത്. 6 എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആദ്യം എന്തൊക്കെ ചെക്ക് ചെയ്യണം? എ കറക്റ്റ് ആണോ, 6 കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. പിന്നെ 6 എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നും ചെക്ക് ചെയ്യണം. അത് 3 ആണെങ്കിൽ ഓപ്ഷൻ എ. ഇനി എയും 6ഉം ട്രൂ ആണ്, ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ, അതാണ് ഓപ്ഷൻ ബി. സിഒ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഡി എന്താണ്? എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഈ ഒരു രീതി 4 രീതിയിലാണ്. അപ്പോൾ ഈ ഒരു 4 രീതിയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് നമ്മൾ 2 എയും 6ഉം അസേർഷനും റീസണിങ്ങും കറക്റ്റ് വായിച്ച് നോക്കി കറക്റ്റ് മനസ്സിലാക്കി ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നോക്കാം നമുക്ക്. ലീവ്സ് ആർ ദ മേജർ ഫോട്ടോസിന്തറ്റിക് ഓർഗൻസ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, കറക്റ്റ് ആണെന്ന് അല്ലേ. ദേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് ഓർഗനാണ്. ദേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് ഫോട്ടോസിന്തറ്റിക് ആയത് അല്ലേ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉള്ളത്. ഓക്കെ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്, ആർ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. 6 എനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക അല്ലേ. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. അസേർഷൻ അമീബ ഫോളോസ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. എന്താ ഹോളോസോയിക്? നമ്മളെപ്പോലുള്ള ന്യൂട്രീഷൻ. നമ്മളെന്താ ചെയ്യുന്നത്? ഫുഡിനെ ഒന്നിച്ചെടുത്ത് കഴിക്കും. അതിൽ വേണ്ടതിനെ ബോഡി അബ്സോർബ് ചെയ്യും, വേണ്ടാത്തതിനെ എക്സ്ക്രീറ്റ് ചെയ്യും. അങ്ങനത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ എന്താ പറയുക? ഹോളോസോയിക്. അപ്പോൾ അമീബ അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ. നമ്മൾ കുറച്ച് നേരത്തെ അമീബേൻ്റെ ന്യൂട്രീഷൻ കണ്ടതാണ്. അത് ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ന്യൂട്രീഷൻ വരുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഇറ്റ് ഈസ് യൂണിസെല്ലാർ ആൻഡ് ഒംനിവോർ. റീസൺ പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിസെല്ലാർ ആൻഡ് ഒംനിവോർ. അതും കറക്റ്റാണ്. പക്ഷേ ഇത് അസേർഷനെ ഇത് ചെയ്യുന്നുണ്ടോ? അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത് ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ ബി. കാരണം എയും ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കാരണം ഈ
ഇത് എന്തുകൊണ്ട് ഹോളോസോയിക് ആയി അല്ലെ അതിന് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതല്ല സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. assertion walls of intestine has numerous villi. Okay, these villi increase the surface area of digestion. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ട്രൂ ആണ്. നമ്മൾ പറഞ്ഞ വില്ലൈ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ഡൈജഷൻ. ഓക്കെ, അത് നോക്കുമ്പോൾ പക്ഷെ അവിടെ ഒരു തെറ്റുണ്ട്. ദീസ് വില്ലൈ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ അല്ലേ, ഡൈജഷൻ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ 6 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ വരിക, എ ശരിയാണ്, 6 തെറ്റാണ്. ഇനി herbivores have longer small intestine. ഓക്കെ, digestion of cellulose takes place time. അപ്പോൾ herbivores have longer small intestine assertion അത് കറക്റ്റാണ്. കാരണം ഇവിടെ അതിൻ്റെ റീസൺ ആയിട്ട് കൊടുത്തത് എന്താ, ഡൈജഷൻ ഓഫ് സെല്ലുലോസ് ടേക്സ് ടൈം. അത് തന്നെയാണ് അതിൻ്റെ റീസണും അതിൻ്റെ എക്സ്പ്ലനേഷനും അത് തന്നെയാണ്. പിന്നെ ഹെർബിവോഴ്സ് കൂടുതൽ കഴിക്കുന്നത് എന്താണ്, പ്ലാന്റ്സിനെയാണ്. അപ്പോൾ അവർ എന്തിനാണ് കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യേണ്ടത്, സെല്ലുലോസിനെയാണ് അല്ലേ. സെല്ലുലോസ് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് എന്തുണ്ടാക്കിയത്, സെൽ വാൾ ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പണിയുള്ളത് കൊണ്ട് അതിന് കൂടുതൽ ലെങ്ത് ഉള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ വേണം. പക്ഷേ ഇനി കാർണിവോസിൻ്റെ കേസ് എടുത്താലോ, കാർണിവോസ് പറഞ്ഞാൽ മീറ്റ് കഴിക്കുന്ന ഇപ്പോൾ ടൈഗർ പോലുള്ള ജീവികൾ, അവരെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കുറച്ചുകൂടി ചെറുതായിരിക്കും. അവർക്ക് എന്നാൽ ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മീറ്റിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഇത് ഓപ്ഷൻ എ ആണ് വരിക. എന്നാൽ ഇത് എയും അസേർഷനും റീസണും ട്രൂ ആണ്. ആറ് എനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ആർ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, കറക്റ്റാണ് അല്ലേ. ന്യൂട്രിയൻസ് പ്രൊവൈഡ് എനർജി ടു ആൻ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ്, അത് കറക്റ്റാണ് നമുക്കറിയാം. ന്യൂട്രിയൻസ് പ്രൊവൈഡ് എനർജി ടു ആൻ ഓർഗാനിസം. ന്യൂട്രിയൻസ് ആണ്, ന്യൂട്രിയൻസ് എനർജി കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് രണ്ടും എന്തില്ല, ഒരു ബന്ധമില്ല അല്ലല്ലോ. എയും 6ഉം കറക്റ്റ് ട്രൂ ആണ്, പക്ഷേ 6 എനെ എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഇനി പോകാനുള്ളത് എന്തിലേക്കാണ്, റെസ്പിറേഷനിലേക്കാണ്. ഓക്കെ, നമ്മളിപ്പോൾ ലൈഫ് പ്രോസസ്സ് ഫസ്റ്റ് ടോപ്പിക്കായ ഇത് കഴിഞ്ഞ് ന്യൂട്രീഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി റെസ്പിറേഷനാണ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പൊതുവേ വരുന്നൊരു ഡെഫിനേഷൻ എന്താ, പണ്ട് മുതലേ പഠിക്കുന്നത് എന്താ, ബ്രീത്തിങ്ങുമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ടേക്കിംഗ് ഇൻ ആൻഡ് എന്താണ് എക്സൈലിംഗ് ഔട്ട് ഓഫ് എയർ അല്ലേ, ബ്രീത്തിങ് ഇൻ ബ്രീത്തിങ് ഔട്ട്, അതാണ് നമ്മൾ റെസ്പിറേഷനായിട്ട് കൺഫ്യൂസ് ചെയ്യുക. അതല്ല, നമ്മൾ പഠിക്കേണ്ട ഡെഫിനേഷൻ എന്താണ്, നമ്മൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പിറേഷൻ. ദ പ്രോസസ് ബൈ സെൽസ് യൂസ് ഓക്സിജൻ ടു ബ്രേക്ക് ഡൗൺ ഷുഗർ ആൻഡ് ഒബ്റ്റെയിൻ എനർജി. നമ്മൾ ഡൈജഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്, റെസ്പിറേഷൻ. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന എനർജി കൊണ്ട് ഉണ്ടാക്കുന്ന മോളിക്യൂൾസ് ആണ് എന്ത്, ATP. ADP എന്ന് പറയുന്ന മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു എനർജി ഉപയോഗിച്ചിട്ട് അതിനെ ATP ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾക്ക് ATP ആക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ATPനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എനർജി കറൻസി ഓഫ് ദ സെൽ അല്ലേ. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് ഇതൊക്കെ. ഇനി ഇതിൽ തന്നെ റെസ്പിറേഷൻ തന്നെ 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, അനഎയറോബിക് റെസ്പിറേഷൻ ഉണ്ട്. എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് എയറോബിക് റെസ്പിറേഷൻ. അത് തന്നെ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അനഎയറോബിക് റെസ്പിറേഷൻ. പിന്നെ എന്താ പറയുള്ളത്, പിന്നെ നമ്മളുടെ മസിൽ സെൽസിൽ നടക്കുന്ന ഒരു അനഎയറോബിക് റെസ്പിറേഷൻ ഉണ്ട്. അത് ലാക്ക് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, ലാക്റ്റിക് ആസിഡ് ആൻഡ് എനർജി. ഇനി അനഎയറോബിക് റെസ്പിറേഷൻ ഇൻ ഈസ്റ്റ് എന്തിന് കാരണമാവും, ഈസ്റ്റിലുള്ള അനഎയറോബിക് റെസ്പിറേഷൻ വഴി എന്തുണ്ടാവും, ആൽക്കഹോൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഫെർമെൻറ്റേഷൻ. അതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്, ഫെർമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി പാത്വേസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന മോളിക്യൂളാണ് ഇത് പൈറുവേറ്റ്. ഗ്ലൂക്കോസ് പറഞ്ഞാൽ 6 കാർബൺ മോളിക്യൂളാണ്, പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ മോളിക്യൂളാണ്. അപ്പോൾ ഒരു ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്താൽ 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റിന് കിട്ടും. ഓക്കെ, ഈ പൈറുവേറ്റിനെ പല രീതിയിലാണ് പിന്നെ ബ്രേക്ക് ചെയ്ത് എനർജിയാക്കി മാറ്റുന്നത്. അത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഫെർമെൻറ്റേഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഫെർമെൻറ്റേഷൻ ഏതിൽ നടക്കുന്നത്, ഈസ്റ്റിൽ. ഇൻ ഈസ്റ്റ് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ അല്ലേ, അനഎയറോബിക് പ്രോസസ്സാണത്, അനഎയറോബിക് റെസ്പിറേഷനാണ്. അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, എത്തനോൾ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എനർജി അല്ലേ.
എത്തനോളാണ് അവിടെ ഉണ്ടാകുന്ന ആൽക്കഹോൾ. ഓക്കെ. പിന്നെ ലാക്ക് ഓഫ് ഓക്സിജൻ നമ്മൾ പറഞ്ഞ മസിൽസിൽ അനറോബിക്കായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, നമ്മളെ മസിൽസിൽ നടക്കുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റാണ് എന്ത്, ലാക്റ്റിക് ആസിഡും എനർജിയും. ഓക്കെ. ഇനി നമ്മളെ മൈറ്റോകോൺട്രിയയിൽ സെല്ലിൻ്റെ ഓർഗനിലായ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഇത് പ്രസൻസ് ഓഫ് ഓക്സിജനിൽ നടക്കുന്നതാണ്. ഇതൊരു എയറോബിക് റെസ്പിറേഷനാണ്. ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയുമാണ്. ഇവിടെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജിയാക്കി മാറ്റുന്നത്. ഓക്കെ. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ ഓർഗനലിനെ പറ്റി നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. ഇതിന് എന്താ വിളിക്കുന്നത്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഓക്കെ. ഇനി റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻസ്. ഓക്കെ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് എന്തായിരിക്കും, ഓക്സിജനെ സപ്ലൈ ചെയ്യുന്ന സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഇതിന് ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ പാത്ത് വേസ്, അതിൻ്റെ മെയിൻ ഓർഗൻസ് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, നോസ്ട്രിൽസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ, മൂക്ക് അല്ലേ, നോസ്ട്രിൽസ്, പിന്നെ നേസൽ കാവിറ്റി, ഈ ഫിഗറിലാണ് നോസ്ട്രിൽസ്, നേസൽ കാവിറ്റി, പിന്നെ ഈ എപ്പിഡൈഡമിസ് ഇങ്ങനത്തെ വരുന്ന പാർട്ടാണ് എന്ത്, ഫാരിങ്സ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ലാരിങ്സ് വരുന്നുണ്ട്, ട്രക്കിയ വരുന്നുണ്ട്, ബ്രോങ്കിയോൾസ്. ഈ ലാരിങ്സ് പറഞ്ഞാൽ നമ്മളെ സൗണ്ട് ബോക്സ് കഴിഞ്ഞാൽ പിന്നെ അത് ട്രക്കിയായി മാറി. ട്രക്കിയ പിന്നെ രണ്ടായി ഡിവൈഡ് ആവും ലങ്സിലേക്ക് എത്തുമ്പോൾ, അതിന് ബ്രോങ്കൈ എന്ന് വിളിക്കും. ബ്രോങ്കൈ പിന്നെയും ബ്രാഞ്ച് ഡൗൺ ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസിൻ്റെ തറ്റത്ത് എന്തായിരിക്കും ഉണ്ടാവുക, ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിനെയാണ് എന്ത് വിളിക്കുക, ആൽവിയോളൈ. ഓക്കെ. ഈ ആൽവിയോളയാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ മെയിൻ ആയിട്ട് നടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് എന്തുണ്ടാവും, ബ്ലഡ് കാപ്പിലറീസ് ധാരാളം സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വരുന്ന എയർ വന്ന് ഈ ആൽവിയോളൈൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് ഡിഫ്യൂഷൻ നടക്കും. ഓക്സിജൻ എങ്ങോട്ട്, ഈ വരുന്ന എയറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും, ബ്ലഡ് കാപ്പിലറീസിലേക്ക് അങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ആവും. കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ഈ ക്യാവിറ്റിയിലേക്ക് തിരിച്ച് ഡിഫ്യൂസ് ആവും. ഓക്കെ. അത് പുതിയ എയർ വരുമ്പോൾ അതിനെ ക്യാരി ചെയ്ത് പുറത്തേക്ക് ഉണ്ടാവും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നത്, റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വില്ലൈൻ്റെ ഡെഫിനിഷൻ പഠിച്ച പോലെ തന്നെ നമ്മൾ പഠിക്കണം. ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ, ഓക്കെ, ഓഫ് ഓക്സിജൻ. അവിടെ നമ്മൾ ഫുഡിൻ്റെ അബ്സോർപ്ഷൻ പറഞ്ഞപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ അബ്സോർപ്ഷൻ. ഓക്കെ. ഇനി റെസിഡ്വൽ വോളിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെ പറയുന്നുണ്ട്. റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളെ ലങ്സ് ഒരിക്കലും കാലിയായിരിക്കില്ല. കാരണം നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്താലും ഒരു വോളിയം ഓഫ് എയർ എപ്പോഴും ലങ്സിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്ന ഈ പ്രോസസ്സ് പറഞ്ഞാൽ ഒരു വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിന് കുറച്ച് സമയം എന്തായാലും വേണം അല്ലേ. അവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത് അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ എപ്പോഴും ഒരു വോളിയം ഓഫ് എയർ എന്തിനുണ്ടാവും, ആ ഒരു ഡിഫ്യൂഷൻ നടക്കാൻ വേണ്ടി അവിടെ എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു വോളിയത്തിനാണ് നമ്മൾ എന്താ പറയുക, റെസിഡ്വൽ വോളിയം. ഇനി നമുക്ക് നോക്കാം, റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ്. റെസ്പിറേറ്ററി പിഗ്മെൻ്റായ നമ്മളെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ അല്ലേ. ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷനാണ് നമ്മളെ ബോഡിയിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലങ്സിൽ വെച്ചിട്ട് ഇത് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, ബ്ലഡ് വെസൽസിലേക്ക് ഓക്സിജനെ വലിച്ചെടുക്കുക, എന്നിട്ട് അതിനെ ക്യാരി ചെയ്തിട്ട് ബോഡി ആകമൊത്തം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. അതിനെ ലങ്സിൽ വെച്ച് അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മളെ ലങ്സിലേക്ക് വന്ന് എത്തിക്കുന്നത് ആരാണ്, അപ്പോൾ അത് ബ്ലഡിലെ വാട്ടറാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ആളാരാണ്, ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുന്ന ആളാരാണ്, ബ്ലഡിലെ വാട്ടർ. ഓക്കെ. ഇനിയിപ്പോൾ പ്ലാസ്മ എന്നാണ് ചോദിച്ചാൽ അങ്ങനെ ആൻസർ ചെയ്യാം. എന്നാൽ പ്ലാസ്മയിലാണ് വാട്ടർ ഉള്ളത്. ഇനി അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബ്ലഡാണ് നമ്മളെ ബോഡിയിൽ ഈ എല്ലാ ഫുഡ് മെറ്റീരിയൽസ് മെയിനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഫുഡ് മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസ്, പിന്നെ ഈ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഈ നമ്മളെ ഗ്യാസസ് അല്ലേ ആവശ്യമായ ഈ സംഭവങ്ങളും. അപ്പോൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആരാണ്, നമ്മളെ ബ്ലഡാണ്. അപ്പോൾ ബ്ലഡിനെ പറ്റിയിട്ട് മെയിനായിട്ട് നമുക്ക് നോക്കാം. ബ്ലഡ് ട്രാൻസ്പോർട്ട്സ് ഫുഡ്, ഓക്സിജൻ ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ.
അപ്പോൾ അതിൽ ഓരോരുത്തരും നോക്കാം നമുക്ക്. പ്ലാസ്മയിൽ എന്താണ് മെയിനായിട്ടുള്ളത്? പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഫ്ലൂയിഡ് പാർട്ടിലേക്ക് നമ്മളെ അബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവുക, വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവുക, പിന്നെ നമ്മൾ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക അല്ലേ, വാട്ടർ എല്ലാം അതിലാണ് ഉണ്ടാവുക. പിന്നെ ആർ ബി സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആർ ബി സിയിലാണ് ഹിമോഗ്ലോബിൻ ഉണ്ടാവുക, അപ്പോൾ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. WBCൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതിലാണ് നമ്മളെ ഈ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി നോക്കുന്ന ആൾക്കാർ, ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുള്ളത്. പ്ലേറ്റ്സ്, പിന്നെ അടുത്ത എന്താണ്? പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിലാണ് മെയിനായിട്ട് അവരുടെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ബ്ലഡിനെ ക്യാരി ചെയ്ത് നമ്മളെ ബോഡിയിൽ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത് ഏതിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്? ആർട്ടറീസിലും വെയിൻസിലൂടെയും കാപ്പിലറീസിലൂടെയാണ്. അപ്പോൾ അവരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ആർട്ടറീസ്. അപ്പോൾ അവർ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അധികം എന്തായിരിക്കും? ഓക്സിജനേറ്റഡ് ബ്ലഡിനായിരിക്കും. അവർ ഓക്സിജനേറ്റഡ് ബ്ലഡിന് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനും ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ പഠിക്കുന്നുണ്ടോ? ദേ ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ഇനി ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആർട്ടറീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ടിൻ്റെ ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഫുൾ പ്രഷർ ഇവരുടെ മേലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഈ പൾസ് ഫീൽ ചെയ്യുന്നതൊക്കെ ആർട്ടറീസിലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇവരുടെ വാൾസ് എന്തായിരിക്കും? ഈ ഒരു പ്രഷർ താങ്ങാൻ വേണ്ടി ഇവരുടെ വാൾസ് തിക്കായിരിക്കും. പിന്നെ ഭയങ്കര ഇലാസ്റ്റിക്കും ആയിരിക്കും. ഇവരിൽ വാൽവ്സ് കാണില്ല. എന്തിനാണ് വാൽവ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തിരിച്ച് ബാക്ക് ഫ്ലോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരിൽ ഓൾറെഡി ബ്ലഡ് ഹൈ പ്രഷറിലായതുകൊണ്ട് ഈ ഒരു ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന സംഭവം ഇവരുടെ കാര്യത്തിൽ പേടിക്കണ്ട. ഓക്കെ, ഇനി വെയിൻസിൻ്റെ കാര്യത്തിലോ? വെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ പാർട്സ്, അപ്പോൾ ആർട്ടറീസ് ബ്ലഡിനെ എല്ലാ പാർട്സിലേക്കും കൊണ്ടുപോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും ഒക്കെ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഓക്സിജൻ അവിടെ നിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലഡ് എന്തായി മാറി? ഡീഓക്സിജനേറ്റഡ് ബ്ലഡായി. ആ ബ്ലഡിൻ്റെ പ്രഷറും നഷ്ടപ്പെട്ടു. ഈ പ്രഷർ നഷ്ടപ്പെട്ട ബ്ലഡിനെ തിരിച്ച് വെയിൻസാണ് ക്യാരി ചെയ്തിട്ട് എവിടേക്ക്? വെയിൻസ് എല്ലാവരും കൂടി കമ്പൈൻ ചെയ്ത് ലാർജസ്റ്റ് വെയിനായ വീനക്കാവയെ ഹാർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഈ ലോ പ്രഷറിലുള്ള ബ്ലഡിനെ ബോഡി പാർട്സിൽ നിന്ന് ക്യാരി ചെയ്ത് തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ. ഇവർ അതുകൊണ്ട് എന്തായിരിക്കില്ല, അത്ര തിക്കായിരിക്കില്ല, ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും, പക്ഷേ ഇവരിൽ വാൽവ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്? കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ആർട്ടറീസിനെയും വെയിൻസിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് കാപ്പിലറീസ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഈ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രാൻസ്പോർട്ട്, എക്സ്ചേഞ്ച് ഓഫ് ഫുഡ്, വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ് ടേക്സ് പ്ലേസ് ത്രൂ കാപ്പിലറീസിൽ കൂടെയാണ് നമ്മൾ ഈ സെൽസിന് വേണ്ട ഈ ഫുഡും ഓക്സിജനും എല്ലാം കിട്ടുന്നത്. കാരണം അവർ വളരെ തിന്നായിരിക്കും, തിൻ വെസൽസ് ആണ്, ഒരു 1 സെൽ തിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലൂടെ ഡിഫ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് നടക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഹാർട്ടിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളിവിടെ പറയുന്നില്ല. ഹാർട്ടിനെ പറ്റി നമ്മളെ ഹാർട്ട് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. പിന്നെ അതിൽ വാൽവ്സിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് ഒരു ചോദ്യം വരാറുള്ളത്. എന്തിനാണ് ഹാർട്ടിൽ വാൽവ്സ്? വാൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാൽവ് കാണാം, ആട്രിയം, റൈറ്റ് ആട്രിയം ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, പിന്നെ ഈ ഒരു ആട്രിയം ടു ഈ ഒരു വെൻട്രിക്കിൾ ഒക്കെ വാൽവ്സ് നമുക്ക് കാണാം. പിന്നെ ഇവിടുന്ന് അയോട്ടയിലേക്ക് പോകുമ്പോൾ ഒരു വാൽവ് കാണാം. എന്തിനാണ് ഈ വാൽവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ? ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവുകൾ ഇവിടെ ശരിക്കും ഇതിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നത്. ഇത് ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു യൂണി ഡയറക്ഷനിലാക്കാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചൊഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാൽവ്സ് നിൽക്കുന്നത്. വാൽവ്സ് ബിറ്റ്വീൻ ദം പ്രിവെൻറ്റ്സ് ബ്ലഡ് ഫ്ലോയിങ് ബാക്ക്വേർഡ്. ഓക്കെ, പിന്നെ 2 ടൈപ്പ് സർക്കുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു സർക്കുലേഷൻ പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ പൾമണറി എന്ന് പറഞ്ഞ വാക്ക് എല്ലാം ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹാർട്ടിൽ നിന്ന് പൾമണറി ആർട്ടറി, ഇതൊരു ആർട്ടറിയാണ്, വഴി ലങ്സിൽ പോയി ബ്ലഡ് എന്തിനാണ് ലങ്സിലേക്ക് പോകുന്നത്? ഈ ബ്ലൂ കളറിൽ കാണിച്ചത് എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ പോയി ഓക്സിജനേറ്റഡായി, ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡായി തിരിച്ച് ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്ന ഈ ഒരു സർക്കുലേഷൻ, ഇതിനാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അയോട്ട വഴി സ്റ്റാർട്ട് ചെയ്ത് ആർട്ടറീസായി ഡിവൈഡ് ചെയ്ത്
ബോഡിയിലെ പല ഓർഗൻസിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സപ്ലൈ ചെയ്ത് തിരിച്ച് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്ത് തിരിച്ച് റൈറ്റ് ആട്രിയത്തിലേക്ക് തിരിച്ചു വരുന്ന ഈ ഒരു സർക്കുലേഷനെ നമ്മൾ എന്താ പറയുക സിസ്റ്റമിക് സർക്കുലേഷൻ. ഈ രണ്ട് സർക്കുലേഷൻ, പൾമോണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ, രണ്ടിനോട് ഒന്നിച്ച് നമ്മൾ എന്താ പറയുക ഡബിൾ സർക്കുലേഷൻ. ഓക്കെ. ലിംഫ് എന്ന് പറയുന്നൊരു ഫ്ലൂയിഡിനെ പറ്റി പറയുന്നുണ്ട് നമ്മൾ. ലിംഫ് എന്ന് പറഞ്ഞ ഒരു കളർലെസ് ഫ്ലൂയിഡാണ്. ഇത് നമ്മൾ ഇൻ്റർസെല്ലുലാർ സ്പേസസിൽ കാണപ്പെടുന്നതാണ്, ഫോം ചെയ്യപ്പെടുന്നതാണ്. എന്തെന്നാണ്? പ്ലാസ്മയിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ് ബ്ലഡിൻ്റെ. ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക പ്ലാസ്മയിലെ കുറച്ച് പാർട്ടിക്കിൾസും പിന്നെ ലിംഫോസൈറ്റ്സുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മളെ ഡിഫൻസ് സിസ്റ്റത്തിനും പിന്നെ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ഈ ഒരു സെൽസിനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആനിമൽസിൻ്റെ ഹാർട്ട്, മാമൽസിൻ്റെ ഹാർട്ടിനെ പറ്റിയും ആംഫിബിയൻസിൻ്റെ ഹാർട്ടിനെ പറ്റി, ഫിഷസിൻ്റെ ഹാർട്ടിനെ പറ്റിയും പറയുന്നുണ്ട്. എന്താണ്? 4 ചേമ്പേർഡ് ഹാർട്ടാണ് മാമൽസിൻ്റെ ഹാർട്ട്. നമ്മളെ ഹ്യൂമൻസിൻ്റെ ഹാർട്ട് എന്താണ്? 4 ചേമ്പേർഡ് ഹാർട്ടാണ്. എന്താണ് ഈ 4 ചേമ്പേർഡ് ഹാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്? ഇതിൽ ഒരിക്കലും ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ മിക്സ് ആവുന്നില്ല ഈ ഒരു ഹാർട്ടിൽ വെച്ചിട്ട്. ഇത് അപ്പോൾ ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ട് ഓക്സിജനെ ബോഡി ഓർഗൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഓക്സിജൻ എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഓക്സിജൻ എന്തിനാണ്? നമുക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. റെസ്പിറേഷൻ എന്തിനാണ് പ്രോസസ്സ് നടക്കുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കൂടുതൽ എഫിഷ്യൻ്റായിട്ട്. അപ്പോൾ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ പൊതുവെ അതുകൊണ്ട് എന്താണ് ഈ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരാണ്. അത്രയും എനർജി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആംഫിബിയൻസിൻ്റെ റെപ്റ്റൈൽസിൻ്റെ കേസിൽ അവർക്ക് 3 ചേമ്പേർഡ് ഹാർട്ടാണ്. അവരുടെ വെൻട്രിക്കിൾസ് രണ്ടും കൂടി ഒരൊറ്റ വെൻട്രിക്കിളാണ്, 2 ആട്രിയാണ്. അപ്പോൾ അവരുടെ ഡിയോക്സിനേറ്റഡ് ആൻഡ് ഓക്സിനേറ്റഡ് ബ്ലഡ് അവിടെ വെച്ച് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ അത്ര എഫിഷ്യൻ്റായിട്ട് അവർക്ക് ഓക്സിജനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഫിഷസിൻ്റെ കേസ് ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്, പക്ഷേ അവിടെ 2 ചേമ്പേർഡ് ഹാർട്ടാണ്. ഓക്കെ. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് നമുക്ക് നോക്കാം. അത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്, സൈലം ആൻഡ് ഫ്ലോയം. എന്താണ് സൈലം? സൈലം നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. വാട്ടർ അലോങ് വിത്ത് വാട്ടറിൽ മിക്സായി കിടക്കുന്ന മിനറൽസിനും കൂടി സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലോയം എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? പ്രിപ്പയർഡ് ഫുഡ് അല്ലേ, ലീഫിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ ഫുഡിനെ എന്ത് ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സിൽ? സുക്രോസ് ആയിട്ടാണ്. അപ്പോൾ ഈ സുക്രോസിനെ അതിന് എന്ത് ചെയ്യുന്നു? ആ ഒരു ലീഫിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത സുക്രോസിനെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സൈലത്തിൻ്റെ ട്രാൻസ്പോർട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുക എവിടുന്നാണ്? റൂട്ട് ടു ലീഫ്, എന്നാൽ റൂട്ട് ടു മുകളിലേക്ക് അല്ലേ, ആ ഒരു അപ്പർ ഡയറക്ഷനിൽ മാത്രമേ സൈലം ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. ഫ്ലോയം പക്ഷേ മുകളിലേക്കും താഴത്തേക്കും ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എക്സ്ക്രീഷനാണ്. എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഏതാണ് നമ്മളുടെ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ? കിഡ്നിയാണ്. അപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നി, എ പെയർ ഓഫ് യൂറേറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കിഡ്നി റൈറ്റ് കിഡ്നീനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ കിഡ്നിയിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യാനായിട്ട് എന്തുണ്ട്? റീനൽ ആർട്ടറി ഉണ്ട്. ബ്ലഡിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് റീനൽ വെയിൻ ഉണ്ട്. ഈ കിഡ്നിയിൽ വന്ന് ഫിൽട്ടറായ ബ്ലഡിനെ തിരിച്ചു കൊണ്ടുപോകാൻ റീനൽ ആർട്ടറി. ആ ഫിൽട്ടറായ ഫിൽട്രേറ്റിനെ, ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽസിനെ ക്യാരി ചെയ്യാനായിട്ടാണ് യൂറീറ്ററിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് യൂറീറ്റർ ഉണ്ട്. യൂറീറ്റർ വന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? യൂറിനറി ബ്ലാഡറിലാണ് ഇതിനെ ടെമ്പററി ആയിട്ട് യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് പുറത്തേക്ക് കളയുന്നത് യൂറീത്ര. ഓക്കെ. അപ്പോൾ എന്താണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുക? നെഫ്രോൺ. ഓക്കെ. അപ്പോൾ നെഫ്രോൺസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. അപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 3 ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം അല്ലേ. ഈ ഒരു ആർട്ടറി നമ്മൾ ഇപ്പോൾ കിഡ്നിയിലേക്ക് വന്ന് ഈ ഒരു റീനൽ ആർട്ടറി ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ചഡ് ആയിട്ട് സ്മോൾ ആർട്രിയോൾസ് ആയിട്ട് എവിടെ എത്തും? ഈ നെഫ്രോണിൻ്റെ ഫസ്റ്റ് പാർട്ടായ ബോമാൻസ് ക്യാപ്സ്യൂളിലെത്തി അത് വീണ്ടും സ്പ്ലിറ്റായി അതിലും ചെറിയ കാപ്പിലറീസായി ഡിവൈഡ് ചെയ്യും. അതിൻ്റെ പേരാണ് ഗ്ലോമറൂലസ്. ആ കാപ്പിലറീസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറൂലസ്. ഈ ഗ്ലോമറൂലസിൽ വെച്ചിട്ട് എന്ത് നടക്കും? ഫിൽട്രേഷൻ നടക്കും. ഇവിടെ നിന്നാണ് അൾട്രാ ഫിൽട്രേഷൻ. ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലേക്ക് ഫിൽട്രേഷൻ നടക്കും. അത് നേരെ ഈ ട്യൂബ്യൂൾസിലേക്ക് ഫിൽട്രേറ്റ് ഫോം ചെയ്യും. അവിടുന്ന് ബാക്കിയുള്ള ഈ ഫിൽട്രേഷൻ കഴിഞ്ഞ ബ്ലഡിനെ തിരിച്ച് ഗ്ലോമറൂലസിലുള്ള കാപ്പിലറീസ് കമ്പൈൻ ചെയ്ത് വീണ്ടും ആർട്ടറിയോളായിട്ട് തിരിച്ച് അതിന് പുറത്തേക്ക് പോകും. രണ്ടാമത് നടക്കുന്ന പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നടന്നത് ഫിൽട്രേഷൻ, രണ്ടാമത് നടക്കുന്നത് റീഅബ്സോർപ്ഷൻ ആണ്. ഈ ഫിൽട്രേറ്റ് തന്നെ നമുക്ക് കുറേ വേണ്ട സാധനങ്ങൾ ഉണ്ടാവും, ഗ്ലൂക്കോസ്, കുറേ വാട്ടർ ഉണ്ടാവും. അതിനെല്ലാം ഈ ട്യൂബ്യൂൾസിൽ വെച്ച് റീഅബ്സോർപ്ഷൻ നടക്കും.
ഈ റീഅബ്സോർപ്ഷൻ നടന്നിട്ട് ബാക്കി വരുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ് വേസ്റ്റ് ആയിരിക്കും, യൂറിൻ ആയിരിക്കും. ഇതിനെയാണ് ഈ കളക്ടിങ് ഡക്റ്റ് വഴി പുറത്തേക്ക് കളയുന്നത്. ഈ കളക്ടിങ് ഡക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് അവസാനം ഈ കിഡ്നീൻ്റെ ഉള്ളിൽ ഇത് കളക്ട് ചെയ്ത് വരും. അതിനെ യൂറേറ്ററിലൂടെ എങ്ങോട്ട് കൊണ്ടുപോകും? യൂറിനറി ബ്ലാഡറിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് എക്സ്ക്രീഷൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് നെഫ്രോണിൻ്റെ ഇത് നോക്കാം. നെഫ്രോൺ ഹാസ് എ കപ്പ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ബോമാൻസ് ക്യാപ്സ്യൂൾ. നമ്മൾ കണ്ടു ബോമാൻസ് ക്യാപ്സ്യൂൾ കണ്ടെയ്നിങ് എ ബണ്ടിൽ ഓഫ് കാപ്പിലറീസ് കോൾഡ് ഗ്ലോമറൂലസ്. ബോമാൻസ് ക്യാപ്സ്യൂൾ ലീഡ്സ് ഇൻ ടു ട്യൂബുലാർ സ്ട്രക്ചർ വിച്ച് ജോയിൻസ് ഇൻ ടു കളക്ടിങ് ഡക്ട് അല്ലേ. ആ ട്യൂബുലാർ സ്ട്രക്ചറിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. റീഅബ്സോർപ്ഷൻ ഓഫ് എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞ് വേണ്ട സാധനങ്ങളായ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സാൾട്സ് ഒക്കെയാണ് റീഅബ്സോർപ്ഷൻ അവിടെ വെച്ച് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. എന്താണ് പ്ലാന്റ്സിൽ മെയിനായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ലീഫിൽ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു, സ്റ്റൊമാറ്റോ കൂടെ ഈ റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓക്സിജനെ വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അതേപോലെ പ്ലാന്റ്സിലാണെങ്കിലും അവിടെയും റെസ്പിറേഷൻ, എനർജി ഉണ്ടാക്കാൻ വേണ്ടി റെസ്പിറേഷൻ സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അവിടെയും റിലീസ് ചെയ്യപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. പക്ഷേ ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ, റെസ്പിറേഷൻ്റെ ടൈമിൽ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ ഓക്സിജന് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ആ ടൈമിൽ എന്താണ്? വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. പിന്നെ എന്താണ്? എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ വാട്ടർ വേപ്പറായിട്ട് സ്റ്റൊമാറ്റോ കൂടെയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നെണ്ണം സ്റ്റൊമാറ്റോ കൂടെ റിലീസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിൽ തന്നെ ഈ എക്സസ് വാട്ടറിനെ സ്റ്റൊമാറ്റോ കൂടെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസിന് ഈ കൊഴിഞ്ഞു പോകുന്ന ലീവ്സിൽ പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കളയുന്നുണ്ട്. പിന്നെ റെസിൻസ്, ഗംസ് ഒക്കെ ആയിട്ട് ഈ സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ചില പ്ലാന്റ്സ്. ഓക്കെ, വലിയ ട്രീസിലൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും പാർട്ടിലുള്ള ഇതും കൂടി നോക്കാം. MCQ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ് ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി ടേക്സ് പ്ലേസ് ഇൻ. പൈറുവേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മളെ ബോഡിയിൽ മൈറ്റോകോൺട്രിയ അല്ലേ. ഓക്കെ, മൈറ്റോകോൺട്രിയ. അതെന്താണ് മൈറ്റോകോൺട്രിയ? നമ്മൾ എന്താ പറയുക? പവർ ഹൗസ് ഓഫ് ദ സെൽ. അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ATP പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ഒബ്സർവ്ഡ് when air is blown from mouth into a test tube containing lime water? ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈം വാട്ടറിലേക്ക് നമ്മൾ ഒരു എയർ ബ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കുന്നു? ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഓക്കെ, അതാണ് അതിൻ്റെ ഓപ്ഷൻ. ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ CO2 exhaled. ലൈം വാട്ടർ ബിക്കംസ് കളർലെസ് ഡ്യൂ ടു എക്സെയിൽ CO2. ഓക്കെ, കളർലെസ് അല്ല, മിൽക്കി ആണ് കേട്ടോ. എന്നാൽ നമ്മൾ എക്സെയിൽഡ് എയറിൽ, നമ്മൾ ബ്ലോ ചെയ്യുന്ന എയറിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഇൻഹെയിൽ ചെയ്യുന്ന എയറിൽ നമ്മൾ ഓക്സിജനെ വലിച്ചെടുത്ത് എക്സെയിൽ ചെയ്യുന്ന എയറിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക CO2 ആയിരിക്കും. അതാണ് അതിനെ മിൽക്കി ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എയറോബിക് റിയാക്ഷൻസ് ഇൻ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിൽ നടക്കുന്ന പ്രോസസ്സ് നോക്കാം. റെസ്പിറേഷൻ്റെ ഗ്ലൂക്കോസ്. അപ്പോൾ ഈസ്റ്റിൽ എന്താ നടന്നത്? നമ്മൾ ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച്, നമ്മൾ ആ റെസ്പിറേറ്ററി പാത്വേ പറഞ്ഞപ്പോഴേ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഗ്ലൂക്കോസിനെ എല്ലാ ഓർഗാനിസത്തിനും പൈറുവേറ്റ് ആക്കി മാറ്റിയത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ബാക്കിയെല്ലാം സൈറ്റോപ്ലാസം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സൈറ്റോപ്ലാസം തന്നെയാണ് കേട്ടോ. വേറെ ഈ ഈസ്റ്റിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു എത്തനോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ D ആണ് ആൻസർ. വിച്ച് among the following is a respiratory pigment found in human body? അത് നമ്മൾ പറഞ്ഞു, ഹീമോഗ്ലോബിൻ അല്ലേ. പ്ലാന്റ്സിലാണെങ്കിലോ ക്ലോറോഫിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഹെയിൽഡ് എയർ? എയറിനെ ഇൻഹെയിൽ ചെയ്തിട്ട് അത് എവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് അതിൻ്റെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്ന സ്ഥലം? നോക്കാം ഓപ്ഷൻസ്. ബ്ലഡ് കാപ്പിലറീസ് ഓഫ് ലങ്സ്, ആൽവിയോളൈ ഓഫ് ലങ്സ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അല്ലേ, ആൽവിയോളയിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നടക്കുന്ന? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നതെന്ന് അല്ലേ. ഓക്കെ, വിച്ച് ഈസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് എയർ പാസേജ് ഡ്യൂറിങ് ഇൻഹൈലേഷൻ? ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എയർ ഏതിലൂടെയൊക്കെയാണ് പാസ് ചെയ്ത് പോകുന്ന കറക്റ്റ് പാത്ത് വേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നോസ് കൂടെ പാസ് ചെയ്തു, നേസൽ കാവിറ്റി, പിന്നെ നമ്മൾ എന്താ പറയുക? ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ,
ബ്രോങ്കിയോൾസ്. ആ ഒരു ഓർഡറിലല്ലേ പോയത്? ആ ഒരു ഓർഡറിൽ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസിലുള്ള ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ആൽവിയോളി. അപ്പോൾ ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ടൈപ്പിന് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, അസേർഷൻസ് നോക്കാം. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ അല്ലേ? ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഈസ്റ്റ്. അതും ശരിയാണ് അല്ലേ? എയും ആറും ശരിയാണ്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ടേക്സ് പ്ലേസ് ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഈസ്റ്റ്. ഓക്കെ. പക്ഷേ എയും ആറും ശരിയാണ്. പക്ഷേ എനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ആറ് അല്ലേ? എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ല ആറ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി അല്ലേ വരിക? ഓക്കെ. റെസ്പിറേഷൻ ഈസ് എൻ ബയോകെമിക്കൽ പ്രോസസ് ഓപ്പോസിറ്റ് ടു ഫോട്ടോസിന്തസിസ്. ഓക്കെ. റെസ്പിറേഷൻ ഈസ് ബയോകെമിക്കൽ പ്രോസസ് ഓപ്പോസിറ്റ് ടു ഫോട്ടോസിന്തസിസ് ആണോ? ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്പിറേഷനിൽ നടക്കുന്ന എന്താണ്? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? പക്ഷേ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത് എന്താണ്? നമ്മളവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും അബ്സോർബ് ചെയ്തിട്ട് നമ്മളല്ല പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അവിടെ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ആക്കുന്നു, മറ്റേതിൽ സൺലൈറ്റും ഇതൊക്കെ. സൺലൈറ്റാണ് അവിടെ എനർജി ഇൻപുട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഫോം ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒന്നിൻ്റെ ഓപ്പോസിറ്റാണ്, റെസ്പിറേഷൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം ഫോട്ടോസിന്തസിസ്. അപ്പോൾ അത് ശരിയാണ്. എനർജി ഈസ് റിലീസ് ഡ്യൂറിങ് റെസ്പിറേഷൻ. അപ്പോൾ നമ്മളിവിടെ റെസ്പിറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? അസേർഷൻ റെസ്പിറേഷനെ പറ്റിയിട്ടാണ്. പിന്നെ റീസൺ എന്താ പറഞ്ഞത്? എനർജി ഈസ് റിലീസ് ഡ്യൂറിങ് റെസ്പിറേഷൻ. അതും ശരിയാണ്. ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഒന്നൊന്നിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ അത് ഓപ്ഷൻ എ ആണ്. അസേർഷൻ. അടുത്തത്, ഇൻ വുഡി പ്ലാന്റ്സ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ലെൻഡിസെൽസ്. അപ്പോൾ എന്താണ് ലെൻഡിസെൽസ്? വുഡി പ്ലാന്റ്സ് എന്നാൽ മരങ്ങളിൽ, വലിയ മരങ്ങളിൽ സ്റ്റെമ്മിൽ തന്നെ ചെറിയ ചെറിയ പോസ് ഉണ്ടാവും. ഈ സ്റ്റൊമാറ്റോ ലീഫിൽ സ്റ്റൊമാറ്റോ ഉള്ള പോലെ സ്റ്റെമ്മിൽ ചെറിയ ചെറിയ പോസ് ഉണ്ടാവും. അതിൽ കൂടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അതിനാണ് ലെൻഡിസെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ്. ലെൻഡിസെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫൗണ്ട് അലോങ് വിത്ത് സ്റ്റൊമാറ്റോ ഓൺ ദ സ്റ്റെം ഓഫ് വുഡി പ്ലാന്റ്സ്. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലെൻഡിസെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫൗണ്ട് അലോങ് വിത്ത് സ്റ്റൊമാറ്റോ ഓൺ ദ സ്റ്റെം ഓഫ് വുഡി പ്ലാന്റ്സ്. വുഡി പ്ലാന്റ്സിൽ സ്റ്റെമ്മിൽ സ്റ്റൊമാറ്റോ ഉണ്ടാവില്ല, ലീഫിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്റ്റൊമാറ്റോ ഉണ്ടാവുള്ളൂ. പക്ഷേ ചെറിയ ഹേർബ്സിൽ, ചെറിയ ചെറിയ പച്ച കളറ് നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവില്ല, ഹേർബ്സ്, സ്റ്റെമ്മ് ഗ്രീൻ കളറിൽ, അതിൽ സ്റ്റൊമാറ്റോ ഇതിലും ഉണ്ടാവും, സ്റ്റെമ്മിലും ഉണ്ടാവും. ഓക്കെ. അടുത്തെന്താ? ലങ്സ് ഓൾവേസ് കണ്ടെയ്ൻ എ റെസിഡ്വൽ വോള്യൂം ഓഫ് എയർ. ഓക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് പ്രൊവൈഡ്സ് എ സഫിഷ്യൻറ്റ് ടൈം ഫോർ ഓക്സിജൻ ടു ബി അബ്സോർബ്ഡ് ആൻഡ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ടു ബി റിലീസ്ഡ്. അതും ശരിയാണ്. അത് എനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അസേർഷനെ. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ എ. മറ്റേ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഏതാ ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ 6 ഫോൾസ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു കേട്ടോ. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ. ഹീമോഗ്ലോബിൻ ഈസ് ദ റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെയാണ് അല്ലേ? ഇറ്റ് ട്രാൻസ്ഫേർസ് ഓക്സിജൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ അല്ലേ? അപ്പോൾ എയും ആറും ട്രൂ ആണ്. 6 എനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ എ. ഇനി നമുക്കൊരു കേസ് ബേസ്ഡ് MCQ. അപ്പോൾ ഇതൊരു വേറെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലൊരു ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ വായിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കറക്റ്റ് നോക്കി ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. General requirement for energy and materials is common in all organisms, but it is fulfilled in different ways. അല്ലേ? Organisms use different food material obtained from inorganic sources in the form of carbon dioxide and water. These organisms called as autotrophs include green plants and some bacteria. Other organisms utilize complex substances known as heterotrophs. അല്ലേ? The process by which green plants make their food is called photosynthesis, which occurs in chloroplast. After that, food and minerals are transported to all parts of the plant with the help of xylem and phloem tissue and from various processes like translocation, absorption, osmosis, etc. Okay. The diagram shows the arrangement of cells inside the leaf of. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇതിൽ വന്നത്, ആ ഒരു കേസ് തന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഡയഗ്രാം shows the arrangement of cells inside the leaf of a green plant. Which cells normally contain chloroplast?
ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന സെൽസിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ഇത് ലീഫ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട് മെയിനായിട്ട് ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന സെൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാലിസേഡ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്ന ഈ ഒരു നിൽക്കുന്ന സെൽസില്ലേ, ഇവിടെ ബാക്സി ക്യൂട്ടിക്കൽ ലെയർ ഉണ്ടാവും, അതിൻ്റെ തൊട്ട് താഴത്ത് വരുന്ന ഈ പാലിസേഡ് മീസോഫിൽ സെൽസിലാണ് മെയിനായിട്ട് ക്ലോറോഫിൽ കാണുന്നത്. പിന്നെ സ്റ്റൊമാറ്റോ പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റൊമാറ്റോയിലും കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റൊമാറ്റോയിലും ഗ്രീൻ കളർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതെന്താണ് അവിടെയും ക്ലോറോഫിൽ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 and 4 ഇതിലാണ് എന്തുള്ളത്, രണ്ടിലും ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനലാണ്, അതിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉണ്ടാവുക കേട്ടോ, ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. A plant shoot is next question നോക്കാം. A plant shoot is left in ink solution for several hours. അപ്പോൾ എന്ത് സംഭവിക്കും? A section is cut through the stem. What would you see? അപ്പോൾ എന്താണ്, മഷിയിലിട്ട് വെച്ചതാണ് സ്റ്റെം. അപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ കൂടെ ഏതിലൂടെയാണ് നമുക്ക് ഈ ഒരു ഇങ്ക് പൊന്തി വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ആ ഒരു ഇങ്കിൻ്റെ സ്റ്റെയിൻ നമ്മൾ കാണുക. അപ്പോൾ ഏതിലൂടെയാണ്, ഒന്നുമല്ല നമ്മൾ ഇത്രേ ആലോചിക്കേണ്ടുള്ളൂ, ഏതിലൂടെയാണ് വാട്ടർ മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, സൈലത്തിലൂടെയല്ലേ. അപ്പോൾ ഇതിൽ സൈലം എവിടെയാണ് കാണുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ബണ്ടിൽ പോലെ നിൽക്കുന്ന സ്ട്രക്ചറാണ് വാസ്കുലാർ ബണ്ടിൽ. ഇത് സൈലും ഫ്ലോയും ഒന്നിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉൾഭാഗത്താണ് സൈലം കാണുക, പുറം ഭാഗത്താണ് ഫ്ലോയും കാണുക. അതെപ്പോഴും ഓർത്താൽ മതി സ്റ്റെമ്മിൽ കേട്ടോ. അപ്പോൾ ഈ ഉൾഭാഗത്ത് ഡി ആണ് ഉത്തരം വരിക, ഏരിയ സ്റ്റെയിൻ ബൈ ഇങ്ക്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഉൾഭാഗത്തായിട്ടുള്ള ഈ ഒരു ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് കണ്ടില്ലേ, ഈ ഒരു ബണ്ടിലിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് സ്റ്റെയിന് നമ്മൾ കാണുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ആർ അമോണോടെലിക്? ഏതാണ് ഇതിൽ ഓപ്ഷൻസിൽ? ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഹ്യൂമൻസ്, അക്വാട്ടിക് ആനിമൽസ് അല്ലേ. അക്വാട്ടിക് ആനിമൽസ് ആണ് അമോണോടെലിക് ആയിട്ട് വരുന്നത്. പറഞ്ഞാൽ അമോണിയനെ നേരിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് അമോണോടെലിക്. കാരണം അത്രയും വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അത് പറ്റുള്ളൂ. അപ്പോൾ അക്വാട്ടിക് ആനിമൽസ് ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് കിഡ്നി ഈസ് പ്ലേസ്ഡ് എ ലിറ്റിൽ ഹയർ ദാൻ ലെഫ്റ്റ് കിഡ്നി ടു അഡ്ജസ്റ്റ് ഇൻ ദ അബ്ഡോമിനൽ കാവിറ്റി. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അത് ഈ പറഞ്ഞ സെൻറ്റൻസ് എന്താ തെറ്റാണ് അല്ലേ, എന്താണ് ഫോൾസ് ആണ്. ലെഫ്റ്റ് കിഡ്നിയാണ് റൈറ്റ് കിഡ്നിയെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റിൽ നിൽക്കുന്നത്. An adult human on an average produces എത്ര ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആണ്? അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. 1 to 2 liters ഓഫ് യൂറിൻ പെർ ഡേ. ഓക്കെ, ഇനി ദ ഡയലൈസർ വർക്ക്സ് ആസ് കിഡ്നി എക്സെപ്റ്റ് ഡസ് നോട്ട് പെർഫോം. എന്താണ് പെർഫോം ചെയ്യാത്തത്? ഓസ്മോ റെഗുലേഷൻ, ട്യൂബുലാർ സെക്രീഷൻ, അൾട്രാ ഫിൽട്രേഷൻ, സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ഇതിൽ ഈ ഓസ്മോ റെഗുലേഷൻ, ട്യൂബുലാർ സെക്രീഷൻ, അൾട്രാ ഫിൽട്രേഷൻ ഇതെല്ലാം കിഡ്നിയിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്. ഇതെല്ലാം ഇതിനും ചെയ്യാൻ പറ്റും. ഡയലൈസർ യൂണിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നമ്മൾ കിഡ്നി ഫെയിലിയർ ആയ ഒരാളെ ബോഡിയിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന യൂറിയനെ റിമൂവ് ചെയ്യാൻ അല്ലേ, യൂറിയനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു എക്സ്റ്റേണൽ യൂണിറ്റാണ് ഡയലൈസർ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഇനി മാത്ത് ഫോളോയിങ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കാം. എയിൽ കിഡ്നി, റീനൽ വെയിൻ, ലിവർ, ഡയലൈസിങ് ഫ്ലൂയിഡ്, അമോണിയ. മാച്ച് ആയി വരുന്ന നോക്കാം. കിഡ്നീസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നോക്കുമ്പോൾ ബേർഡ്സ് ആൻഡ് ഹ്യൂമൻസ് ആണ് ഇവിടെ കിഡ്നീസ് ഉള്ള കോമൺ ആയിട്ടുള്ള രണ്ടാൾക്കാർ. ഓക്കെ, അപ്പോൾ കിഡ്നീസ്, ബേർഡ്സ് ആൻഡ് ഹ്യൂമൻസ്. റീനൽ വെയിൻ ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ്. ഓക്കെ, റീനൽ വെയിൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്ന വെയിനാണ്. അപ്പോൾ ഇംപ്യൂർ ബ്ലഡ്. ഓക്കെ, ഇനി ലിവർ എന്താണ്? ലിവറുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ലിവറിൽ വെച്ചിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിവർ, യൂറിയ. ഓക്കെ, ഡയലൈസിങ് ഫ്ലൂയിഡായിട്ട് ബന്ധപ്പെട്ടത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വൺ, നോ നൈട്രജനസ് വേസ്റ്റസ് ഇല്ലാത്തൊരു സാധനമാണ് ഡയലൈസിങ് ഫ്ലൂയിഡ്. ഡയലൈസിങ് യൂണിറ്റിൽ ഒഴുകുന്ന ഫ്ലൂയിഡാണ് ഡയലൈസിങ് ഫ്ലൂയിഡ്. ഓക്കെ, അമോണിയ നമ്മൾ പറഞ്ഞ അമോണോടെലിക് ആയിട്ടുള്ളതിനാണ് അക്വാട്ടിക് ആനിമൽസ്. അപ്പോൾ അക്വാട്ടിക് ആനിമൽസ് ആണ് അതിൻ്റെ കറക്റ്റ് മാച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡയലൈസിങ് യൂണിറ്റ് കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് സെയിം ആസ് പ്ലാസ്മ എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് നോ യൂറിയ. ഓക്കെ, ഓപ്ഷൻസിൽ നോ യൂറിയ ഉണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഡയലൈസിങ് യൂണിറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയലൈസിങ് യൂണിറ്റിൽ ഒഴുകുന്ന ഡയലൈസിങ് ഫ്ലൂയിഡിൽ
ഒഴുകുന്ന ഫ്ലൂയിഡാണ് ഡയലൈസിങ് ഫ്ലൂയിഡ് അല്ലേ. ഈ ഡയലൈസിങ് ഫ്ലൂയിഡിന് ബ്ലഡിൻ്റെ സെയിം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാവുക ഓൾമോസ്റ്റ്, പക്ഷേ എക്സെപ്റ്റ് യൂറിയ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതും ബ്ലഡും കൂടി ഒന്നിച്ചൊഴുകി ഒരു സെപ്പറേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ടാണ് ഒഴുകുന്നതെങ്കിൽ എന്താണ്, ആ സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഒഴുകാൻ അവിടെ ആര് മാത്രമേ ഉള്ളൂ? യൂറിയ മാത്രമേ. ഇപ്പോൾ ബ്ലഡിൽ അധികമായിട്ടുള്ള യൂറിയ ഈ ഒരു ഡയലൈസിങ് ഫ്ലൂയിഡിലേക്ക് ഒഴുകും. അങ്ങനെ എന്ത് ബ്ലഡ് പ്യൂർ ആവും, ഡയലൈസിങ് ഫ്ലൂയിഡ് ഇതിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് യൂറിയ ഡിസോൾവ് ചെയ്ത് ബ്ലഡ് പ്യൂറായി വരും. അങ്ങനെയാണ് ഡയലൈസിങ് ഫ്ലൂയിഡ് വർക്ക് ചെയ്യുന്നത്, ഡയലൈസിങ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ച MCQ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പിക്സും അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളുടെ ഇനി വരുന്ന എക്സാമുകൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്തായാലും പറയുന്നു. നന്നായി എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു.